തമിഴ്നാട്ടിലെ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രധാനപ്പെട്ട ചില ഏജൻസികളുടെ പ്രവചനങ്ങൾ എടുത്ത് 2021 അവരുടെ പ്രവചനങ്ങളിൽ എന്തുപറ്റി, 2026 അവരുടെ പ്രവചനങ്ങൾ എന്താണ്, ആ താരതമ്യമാണ് നമ്മൾ നോക്കുന്നത്. യെസ്, തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു പ്രവചനം, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നോക്കൂ. 2026 2021 താരതമ്യം തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മജോറിറ്റിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റാണ്. ആകെയുള്ളത് 234 സീറ്റുകളാണ്. നിലവിൽ DMKക്കുള്ളത് 159 സീറ്റുകളാണ്. 159 സീറ്റുകൾ നേടിയാണ് അവിടെ നിലവിൽ DMK സ്റ്റാലിൻ്റെ സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. അവിടെ ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയായി നമ്മൾ എടുക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ 2021 പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് 175 മുതൽ 195 സീറ്റ് വരെ നേടും DMK എന്നുള്ളതായിരുന്നു. നോക്കൂ, ആ കൃത്യമായ കണക്കിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. 159 സീറ്റുകളാണ് DMKക്ക് നേടാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ വലിയ മൃഗീയമായൊരു ഭൂരിപക്ഷം അവിടെ ഉണ്ടാകും DMKക്ക് എന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചിരുന്നു. പക്ഷേ 159 ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. അതേ ആക്സിസ് മൈ ഇന്ത്യ 2026 പ്രവചിക്കുന്നത് നോക്കൂ എത്രയാണെന്ന്. 92 മുതൽ 110 വരെ സീറ്റ് മാത്രമേ നേടാൻ കഴിയൂ. എന്ന് വെച്ചാൽ കേവല നമ്പറിലേക്ക് എത്താൻ കഴിയില്ല DMKക്ക് എന്ന പ്രവചനമാണ് ആക്സിസ് മൈ ഇന്ത്യ തമിഴ്നാട്ടിൽ നടത്തുന്നത്. അവിടെ വലിയ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം കൂടി ആക്സിസ് മൈ ഇന്ത്യ നടത്തുന്നുണ്ട്. 98 മുതൽ 120 വരെ സീറ്റ് നേടിക്കൊണ്ട് TVK ഇക്കുറി അധികാരം പിടിക്കും. വിജയുടെ പാർട്ടി കന്നി വരവിൽ തന്നെ അധികാരം പിടിക്കുമെന്ന വലിയൊരു പ്രവചനവും പ്രഡിക്ഷനും അവിടെ ആക്സിസ് മൈ ഇന്ത്യ നടത്തുകയാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അത് ശരിയാകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം. 2021 ആക്സിസ് മൈ ഇന്ത്യ അവിടെ ഭരണ തുടർച്ച സ്റ്റാലിൻ വരും എന്ന് പ്രവചിച്ചിരുന്നു. അത് നടന്നു. പക്ഷേ ആ സീറ്റ് എണ്ണം കൃത്യമായിരുന്നില്ല. ഇക്കുറി വലിയ ഞെട്ടിക്കുന്ന പ്രവചനം അവർ നടത്തുകയാണ്. ആക്സിസ് മൈ ഇന്ത്യ നടത്തുന്നത് 98 മുതൽ 120 സീറ്റ് വരെ നേടി TVKയും വിജയും അധികാരത്തിലെത്താൻ സാധ്യതയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൻ്റെ ഭരണം പിടിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രിയായേക്കും വിജയ് എന്ന വലിയ വലിയ പ്രവചനം നടത്തുകയാണ് ആക്സിസ് മൈ ഇന്ത്യ. ഇനി നമ്മൾ എടുക്കുന്ന ഏജൻസി റിപ്പബ്ലിക് TV ആണ്. റിപ്പബ്ലിക് TV 2021 നടത്തിയ പ്രവചനം 160 മുതൽ 170 വരെ സീറ്റ് DMK പിടിക്കുമെന്നുള്ളതായിരുന്നു. അത് ഏറെക്കുറെ ശരിയായിരുന്നു. കാരണം 159 സീറ്റിലേക്ക് DMKക്ക് എത്താൻ കഴിഞ്ഞു. അതേ റിപ്പബ്ലിക് TV ഇക്കുറി എന്താണ് നടത്തുന്നത് നോക്കൂ. 135 സീറ്റ് വരെ DMK നേടും. എന്ന് വെച്ചാൽ സ്റ്റാലിൻ അധികാര തുടർച്ചയുണ്ടാകും എന്ന് പ്രവചിക്കുകയാണ് റിപ്പബ്ലിക് TV. ഇനി PMRQ എടുക്കുന്നു നമ്മൾ. PMRQ എടുക്കുമ്പോൾ 2021 PMRQ പ്രവചിച്ചത് 165 മുതൽ 190 വരെ സീറ്റ് നേടിക്കൊണ്ട് സ്റ്റാലിനും DMKയും അധികാരത്തിലെത്തും എന്ന് പ്രവചിച്ചവരാണ് PMRQകാർ. അത് ഏറെക്കുറെ ശരിയായിരുന്നു. 159 വരെ എത്തിയിട്ടുണ്ട്. ഒരു 6 സീറ്റിന്റെ മാത്രം കുറവോ അന്തരമോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേ PMRQ എന്താണ് ഇക്കുറി പ്രവചിക്കുന്നത് നോക്കൂ. 125 മുതൽ 145 സീറ്റ് വരെ നേടിക്കൊണ്ട് DMK മുന്നണി തന്നെ ഇക്കുറി അധികാര തുടർച്ച ഉണ്ടാകുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം അവിടെ PMRQ നടത്തുകയാണെന്ന് വെച്ചാൽ 125 മുതൽ 145 വരെ സീറ്റ് നേടിക്കൊണ്ട് അധികാര തുടർച്ച സ്റ്റാലിനും DMKക്കും ഉണ്ടാകുമെന്ന പ്രവചനമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ 3 ഏജൻസികൾ മാത്രമാണ് തമിഴ്നാട്ടിലെടുത്തത്. അതിൽ ഞെട്ടിച്ചു കളഞ്ഞത് ആക്സിസ് മൈ ഇന്ത്യയാണ്. 98 മുതൽ 120 വരെ സീറ്റ് നേടിക്കൊണ്ട് വിജയുടെ TVK അവിടെ അധികാരത്തിലെത്തും, വിജയ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന വലിയൊരു പ്രഡിക്ഷൻ അവർ മാത്രം നടത്തുകയാണ്. TVKയുടെ കാര്യത്തിൽ ഇത്രയും വലിയ പ്രഡിക്ഷൻ എങ്ങനെ ആക്സിസ് മൈ ഇന്ത്യക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇനി മെയ് 4 കാത്തിരിപ്പാണ്. അന്ന് ഈ സർവേകളൊക്കെ എന്താകും, ഈ ഏജൻസികളൊക്കെ ഇവിടെ ഉണ്ടാകുമോ. 2021 ഏറെക്കുറെ സർവേകളൊക്കെ ശരിയായിരുന്നു. അത് 2026 എന്താണ് ഈ സർവേകൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് മെയ് 4 വരെ കാത്തിരുന്നു കാണാം.